ഹായ് ഹലോ. നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത് ഓപ്പോയുടെ ഒരു സെറ്റാണ്. അതിൻ്റെ ടച്ച് ഗ്ലാസ് ബ്രോക്കൺ ആയിട്ടിരിക്കുകയാണ്. അത് നമ്മുടെ ഡിസ്പ്ലേക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഡിസ്പ്ലേ മാറാതെ തന്നെ ഇതിൻ്റെ ടച്ച് ഗ്ലാസ് എങ്ങനെ മാറാം എന്നുള്ളത് കാണിച്ചു തരാം. നമുക്കാദ്യം തന്നെ സെറ്റ് റിമൂവ് ചെയ്യാം, ഡിസസംബിൾ ചെയ്യാം. അതിൻ്റെ ബാക്ക് സൈഡിൽ പാനലുണ്ട്. ബാക്ക് പാനൽ നൈസായിട്ട് നമ്മൾ ജസ്റ്റ് ഹീറ്റ് ചെയ്ത് നമ്മൾ ടൂൾസ് കൊണ്ട് അഴിച്ച ശേഷം സിം ട്രേ സ്ക്രൂകൾ എല്ലാം അഴിച്ചഴിച്ച് മാറ്റാം. ഞാൻ കുറച്ച് സ്പീഡിലിടുന്നുണ്ട്. നമുക്കെല്ലാ സ്ക്രൂകളും അഴിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, എൻ്റെ ബാക്കിലൊരു കമ്പനി ഗം വരുന്നുണ്ട്. ആ ഗമ്മ് നമ്മൾ ഗം റിമൂവർ മെഷീൻ വെച്ചിട്ട് അത് റിമൂവ് ചെയ്തെടുക്കാം. അത് എടുത്താൽ ഗുണമെന്ന് വെച്ചാൽ അവസാന സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ഗമ്മ് നൈസായിട്ട് പൊട്ടിക്കാൻ സാധിക്കും. ന്യൂ ഗമ്മില്ല അഴിക്കാനായിട്ട് ഞാൻ സിംപ്ലിയുടെ ഭാഗത്ത് നിന്നാണ് തുടങ്ങുന്നത്. അത് നമുക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ ഫോൺ പെട്ടെന്ന് അഴിച്ചെടുക്കാൻ സാധിക്കും. നൈസായിട്ട് റിമൂവ് ചെയ്ത് എൻ്റെ ഫിംഗറിൻ്റെ സ്റ്റെപ്പൊന്നും കട്ടാവാതെ അഴിച്ചെടുക്കാം. അതിനുശേഷം ബാറ്ററി റിമൂവ് ചെയ്തെടുക്കാം. ബാറ്ററി ചെറിയ ഹീറ്റ് ചെയ്തെടുക്കുന്ന എനിക്ക് കുറച്ചുകൂടി എളുപ്പം. അങ്ങനെ ബാറ്ററി അങ്ങനെ നമുക്ക് മാറ്റാം. അതിനുശേഷം ഞാൻ കുറച്ചൊന്ന് എന്താ പറയുക, ഡിസ്പ്ലേ ഊരി വരാൻ വേണ്ടി നമ്മൾ ടിന്നർ ജസ്റ്റ് ഒരു ബ്രഷിൽ നോക്കിയിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ഒഴിക്കുന്നുണ്ട്. അധികം ഒഴിക്കരുത്. അധികം ഒഴിച്ച് കഴിഞ്ഞാൽ ഡിസ്പ്ലേയുടെ ഉള്ളിലോട്ട് കയറും. കുറച്ചൊന്ന് ഒഴിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേ റിമൂവ് ചെയ്യാം. ആ ഡിസ്പ്ലേയുടെ സ്ട്രിപ്പ് ജസ്റ്റ് ഒന്ന് ബ്ലേഡ് വെച്ച് എടുത്ത് മാറ്റി സെപ്പറേറ്റ് മെഷീൻ്റെ മുകളിൽ നമുക്ക് ഹീറ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ബ്ലേഡ് കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ട് ആ സൈഡിലോട്ടൊന്ന് ഇങ്ങനെ ആ ഗമ്മ് നൈസായിട്ട് ബ്ലേഡ് വെച്ച് ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ പറ്റുന്നത്. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക്, നമ്മൾ OCA ഷീറ്റിൻ്റെ ചെറിയ പ്ലാസ്റ്റിക് ഉണ്ടാവും, അത് വെച്ചാണ് ഞാൻ ചെയ്യാറ്. അതിങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം കൊണ്ട് ടാർപ്പല്ലിക്കട കൊണ്ട് ഉപയോഗിച്ചിട്ട്, അവിടെ ബ്ലോവർ ഉപയോഗിക്കുന്നത് വേർന്നു കൊണ്ടല്ല, അവിടെ ആകുമ്പോൾ പെട്ടെന്ന് ഹീറ്റായി നമുക്കത് പെട്ടെന്ന് ഊരെടുക്കാൻ സാധിക്കും. നല്ല സുഖകരമായി ഊരെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ചെക്ക് ചെയ്യാനാണ്. ഡിസ്പ്ലേ പോയില്ലെന്ന് ജസ്റ്റ് നോക്കണമല്ലോ. ഫസ്റ്റ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്തപ്പോൾ ഡിസ്പ്ലേ ഓക്കെയാണ്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് അതിൻ്റെ ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്യാം. ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം ഞാൻ ആ പൊട്ടിയ ഭാഗത്ത് സ്റ്റിക്കർ ഇടുന്നുണ്ട്. ചിലപ്പോൾ റിമൂവ് ചെയ്യുന്ന വഴിക്ക് എന്ത് ചെയ്യും, ഗ്ലാസ് വേറെ ആയിട്ട് മാറി വരും. അത് ചെയ്ത് ശീലിച്ച് നമുക്ക് മനസ്സിലാകും. ഫസ്റ്റ് എന്ത് ചെയ്യും, നമ്മൾ ആ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ട് സാധാ സെല്ലോട്ടേക്ക് അത് ഒട്ടിച്ച ശേഷം സെപ്പറേറ്റ് മെഷീനിൽ വെച്ച് നമുക്ക് ഡിസ്പ്ലേ സെപ്പറേറ്റ് ചെയ്യാം. ഡിസ്പ്ലേ അല്ല, ഗ്ലാസ് സെപ്പറേറ്റ് ചെയ്യാം. അതിനായിട്ട് 0.5 mm ത്രെഡാണ് ഞാൻ എടുക്കുന്നത്. എന്നിട്ട് നൈസായിട്ട് മൂല കൊണ്ട് വെച്ച് പിടിച്ച് ജസ്റ്റ് ഒന്ന് ആ നൂലൊന്ന് ആ മൂലക്ക് വെച്ചിട്ട് നോക്കുക. അതൊക്കെ പയ്യെ കയറ്റിയിട്ട് പിന്നെ ഇതേപോലെ സാവധാനം ചെയ്താൽ മതി. ഞങ്ങൾക്ക് സ്പീഡ് കൂടിയിട്ടിരിക്കുന്നതാണ് ഇങ്ങനെ സ്പീഡ് കാണിക്കുന്നത്. സാവധാനം പയ്യെ ചെയ്തെടുക്കുക. പയ്യെ ചെയ്തെടുക്കാൻ ഏറ്റവും ബെറ്റർ. ഇത് വിളിച്ചാൽ ചിലപ്പോൾ അതിനുള്ള OCA ഷീറ്റില്ല, പോളറൈസർ ഷീറ്റ് ചിലപ്പോൾ കട്ടാവും. ഇങ്ങനെ നൈസായിട്ട് സാവധാനം. ഒരു മെഷീനോടെ നിൽക്കാറില്ല, ഞാൻ ഓടി കളിക്കലാണ്. പിന്നെ വയർ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച് നൈസായിട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, ഇത് കുറച്ച് കട്ടിയുള്ള OCA ഞാൻ ഒന്നുകൂടെ അതിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടെ കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടെ എൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഓക്കെ, ഇപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ അതിൽ നിന്ന് ഊരി കിട്ടിയിട്ടുണ്ട്. അതുപോലെ പഴയ ടച്ച് ഗ്ലാസ് നമുക്ക് എന്ത് ചെയ്യാം, അത് മാറ്റിയിട്ട് പുതിയതാണ് ഫിക്സ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് കളയാം. നമുക്ക് ഗം റിമൂവിങ് മെഷീൻ വെച്ച് അതിനുള്ള പഴയ OCA നമുക്ക് റിമൂവ് ചെയ്തിടാം. പയ്യെ ചെയ്യാം, സാവധാനം ചെയ്തെടുക്കാം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഹീറ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് എൻ്റെ OCA. അതിനുശേഷം ഈ അവസാന ഭാഗം, ഇത് കുറച്ച് ഡേഞ്ചർ ഏരിയയാണ്. കാരണം എൻ്റെ താഴത്തൊരു മൈനോട്ട് സ്ട്രിപ്പ് കണക്റ്റ് ആവുന്ന സ്ഥലമുണ്ട്. അവിടെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. അത് യൂസ് ചെയ്യുന്ന കാരണം നല്ല ഓക്കെ ആയിട്ടുണ്ട്. എന്നോട് ചെക്ക് ചെയ്ത് നോക്കാം, അവിടെ പൊട്ടിയിട്ടുണ്ടോ ഇല്ലാന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി. ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്, ഡിസ്പ്ലേ ഓക്കെയാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ബാലൻസ് ഗം അത് നമുക്ക് ഞാൻ ടർപ്പൽ ലിക്വിഡ് കഴിക്കാം. ടർപ്പൽ ലിക്വിഡ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നൈസായിട്ട് ഒന്ന് അത് വെച്ചിട്ട് ഇങ്ങനെ ഫുള്ള് നോക്കിക്കാം. ഈ ബ്രഷ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ബ്രഷ് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ, ഞാൻ അങ്ങനെ ചെയ്യാറ്, ഓരോരുത്തർക്ക് ഓരോ മെത്തേഡായിരിക്കും. എൻ്റെ മെത്തേഡ് ഇങ്ങനെയാണ്. ബ്രഷ് വെച്ചിട്ട് ബാക്കിയുള്ള ഗമ്മിൻ്റെ ഒക്കെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് മാറ്റാം. പുതിയൊരു ഗമ്മ് നമുക്ക് ഈ നിലവിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്, അതിൽ ഗം റിമൂവിങ് ലിക്വിഡ് വന്നിട്ടുണ്ട്. അത് പഴയ രീതിക്ക് ചെയ്ത് മാറുകയാണ്. നൈസായിട്ട് ക്ലീൻ ചെയ്തു അതിനുശേഷം നമ്മൾ പുതിയ ക്ലോത്ത് എടുത്ത ശേഷം നല്ലോണം ക്ലീൻ ചെയ്ത് എല്ലാ ഭാഗവും പഞ്ച് ഹോളാണ്, ശ്രദ്ധിച്ച് നമുക്ക് നോക്കുക. നല്ലോണം ക്ലീൻ ചെയ്ത ശേഷം 530 വെച്ച് ലാസ്റ്റ് ഒരു ക്ലീനിങ് കൂടി ചെയ്ത ശേഷം നമുക്കതിൽ ഗ്ലാസ് ഫിക്സ് ചെയ്യാം. മാർക്കറ്റിൽ എല്ലാത്തിൻ്റെയും ഗ്ലാസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഗ്ലാസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ നോക്കാം. നമ്മുടെ ഒരു അലൈൻമെൻറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, ആ ഫ്രെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നൈസായിട്ട് നമുക്ക് വെക്കാം. നമുക്ക് ഗ്ലാസ് ഫിക്സ് ചെയ്യാൻ ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ OCAയുടെ ഷീറ്റ് റിമൂവ് ചെയ്ത ശേഷം നമുക്ക് ഡിസ്പ്ലേയിലോട്ട് സാവധാനം ഫിക്സ് ചെയ്യാം. ഓക്കെ, ഡിസ്പ്ലേയിൽ നല്ല രീതിയിൽ ഫിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, പഞ്ച് ചെയ്യാം. പഞ്ചിങ് എന്ന് വെച്ചാൽ ആ ഡിസ്പ്ലേ നമുക്ക് മെഷീൻ വെച്ച് ഒരു ഹീറ്റ് അപ്ലൈ ചെയ്തുകൊണ്ട് മെഷീൻ ഓട്ടോമാറ്റിക്കലി പഞ്ച് ചെയ്ത് തരും. ഇത് BST1 ആണ് എൻ്റെ മെഷീൻ. അത് വെച്ചതിന് ശേഷം ഉള്ളിലോട്ട് ഡിസ്പ്ലേ കറക്റ്റ് സ്ട്രിപ്പ് താഴെയുള്ള ഭാഗത്തായിട്ട് വെച്ചതിന് ശേഷം ഡിസ്പ്ലേ ഭാഗം മുകളിൽ വന്നിട്ട് നമുക്ക് സെറ്റ് ഓണാക്കാം, മെഷീൻ ഓണാക്കാം. മെഷീൻ ഓണാക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിങ്ങനെ സാവധാനം അതായത് പഞ്ച് ചെയ്യും. പഞ്ച് ചെയ്ത് ഹീറ്റും കൂടി ഉള്ളത് കാരണം എന്താണ്, പെട്ടെന്ന് ആ OC എല്ലാം കൂടി എല്ലാ സൈഡുകളിലും എത്തുകയും നല്ല രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ പക്കയായിട്ട് പഞ്ച് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതിന് ശേഷം നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ ബബിൾസുകളുണ്ടാവും. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഈ ബബിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ബബിൾ റിമൂവൽ മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അതും മാറുന്നതാണ്. ഒരു ചെറിയൊരു കുത്തുകളുണ്ട്. ഇത് ബബിൾ റിമൂവ് മെഷീന് നമുക്ക് അതിലോട്ട് ഇട്ടിട്ട് ബബിൾ ഓണാക്കിടാം. നമ്മൾ 190 ആയിട്ടിരിക്കുന്ന ബബിളിൻ്റെ ടൈം 190 സെക്കൻഡ്, ഏകദേശം ഒരു 3 മിനിറ്റ് എടുത്തു. അതിനുശേഷം അത് എടുത്ത ശേഷം ഒരു ബബിൾ പോലും ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഫിക്സ് ചെയ്യാം. ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നൈസായിട്ട് അതെല്ലാം ഫ്രെയിം ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ ഫ്രെയിമിലോട്ട് ഫിക്സ് ചെയ്യാം. ഗമ്മെടുത്ത ശേഷം ഒരു മൂലയിൽ നിന്ന് ഒറ്റ സ്ട്രെച്ചിൽ വിടുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോഴേക്കും എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേ ക്ലിയർ ആയിട്ട് നിൽക്കുകയും ചെയ്യാം. അവിടെ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ പോകുമ്പോൾ ലാസ്റ്റ് വരുമ്പോൾ ഒരു എന്താ പറയുക, ഒരു വൃത്തികേടായിട്ടിരിക്കും. നമ്മൾ ഒറ്റ ഇതിലങ്ങ് ഫിക്സ് ചെയ്ത ഒരു ബാക്കിലൊക്കെ റബ്ബറൊക്കെ ഇട്ടിട്ട് ആ ഗം ഒന്ന് പക്കായിട്ട് ചെയ്ത് മാറിയാൽ കുറച്ചുകൂടി സുതാര്യമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കണം. ഓക്കെ, ശേഷം നമുക്ക് എല്ലാം ഇപ്പോൾ സാധാരണ സംഭവിക്കുന്നത് അതിൻ്റെ മുകളിലുള്ള ആ ഗ്രില്ല് നമ്മൾ എന്തായാലും ഇതിൽ ഫിക്സ് ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ അതൊരു ക്യാമറ ഗ്ലാസ്സിലോട്ടൊക്കെ ആ സ്പീക്കറിൻ്റെ ഭാഗത്തോട്ടൊക്കെ പെട്ടെന്ന് പൊടി കയറും. ഈ ഒരു സ്പീക്കർ ഗ്രില്ല് അത് നമ്മൾ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്യില്ലെങ്കിൽ ആകെ ഒരു ബുദ്ധിമുട്ടാവും. അതെല്ലാം പക്കായിട്ട് ചെയ്ത് ഡിസ്പ്ലേ ഫിക്സ് ചെയ്ത് കറക്റ്റാക്കി അലൈൻമെൻറ്റൊക്കെ സെറ്റാക്കി ബാക്കിയുള്ള റിമൂവ് വരുന്ന ഗം എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ വൈപ്സ് വെച്ച് ആ തുണി വെച്ച് എന്ത് ചെയ്യാം, ചെറിയ 530 ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ട് അതിലെല്ലായിടത്തും ഒന്ന് ഓടിച്ചു കൊടുക്കാം. അപ്പോൾ തന്നെ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഭാരം കുറഞ്ഞു കിട്ടും. ഇപ്പോൾ തന്നെ നല്ലോണം സെറ്റാക്കി ഓരോ മൂലയും ക്ലിയറാക്കി വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്പ്ലേ പക്കായിട്ട് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഫസ്റ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ള റിമൂവ് ഗമ്മൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നല്ല സൂപ്പറായിട്ട് പെട്ടെന്ന് മാറ്റാൻ സാധിക്കും. കുറച്ചുകൂടി കഴിയാൻ ഗമ്മ് റിമൂവ് ചെയ്തില്ല ഇങ്ങനെ ഒരുമാതിരി ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ട് അറിയാൻ പറ്റും. ഇതിപ്പോൾ പക്കായിട്ട് നല്ലൊരു
അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്തു. ബാക്കി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ സെറ്റ് ഫുള്ള് അസംബിൾ ചെയ്തെടുക്കാം. കറക്റ്റ് ചെയ്ത് എല്ലായിടത്തും ഫിംഗർ സെറ്റ് ചെയ്ത് ഓക്കെ. ഫോണൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കാം. ഓക്കെ, എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ പക്കാണ്. ഡിസ്പ്ലേ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, ആ ടച്ച് പഴയ ടച്ച് ഗ്ലാസ് ഇല്ലേ, ആ ടച്ച് ഗ്ലാസ്സിൽ കാണിച്ചു തരാം. ഈ ഗ്ലാസ്സാണ് നമ്മൾ ആദ്യം മാറി. ഈ ഗ്ലാസ് മാറി പുതിയൊരു ഗ്ലാസ് ഇട്ടു, പൊട്ടിയ ഗ്ലാസ്. നമുക്ക് ഇതേപോലെ ചെയ്യാൻ സാധിക്കുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ.